ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി അടിപൊളിയായിട്ട് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ശകല ഉപ്പ് കുറവുണ്ട്. പോയ മനുഷ്യ നമ്മളെ നാളത്തേക്ക് അച്ചാറിടാൻ ഒരു 1.5 ഐറ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മളപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് വന്നത്. നാളത്തേക്ക് അച്ചാറിന് വേറെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ. എന്തിനാ ഇതിന്റെ പേരെന്തിന്? ഇത് പുളിഞ്ചിക്കായി അല്ലെങ്കിൽ ഇരുമ്പം പുളി എന്ന് പറയും. ഇരുമ്പം പുളി നാളത്തേക്ക് അടിപൊളി അച്ചാർ ഉണ്ടാക്കാ. എല്ലാരും പോയോടെ വരണാ? പോയില്ലേ? നമ്മളൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഇനി അവരെ ശല്യപ്പെടുത്തി നമുക്കിത് വെളിയിൽ കൊണ്ടുവച്ച് കട്ട് ചെയ്യാം. ഇന്നലെ നാളെ ഇടാം കേട്ടാ. എന്തായാലും ഒരു പിടിക്കാം. അപ്പൊ നമുക്ക് ഇന്നലെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുറച്ച് പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മളതെല്ലാം റെഡിയാക്കി എല്ലാം കഴുകി കൊണ്ടുവച്ചേക്കാന്ന്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് അച്ചാറിടാം. ഇതില് നമുക്ക് ഈ പുളിഞ്ചിക്കയുടെ കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കണം. അപ്പൊ എന്റെ തോട്ടത്തില് 2 മുളക് തോട്ടത്തിലല്ല ഇവിടെ നിക്കണ ഈ ചെടിയുടെ ഇടയ്ക്ക് 2 എന്റെ ചെടിത്തോട്ടം, എന്റെ തോട്ടം ഉദ്ദേശിച്ച് എന്റെ ചെടിത്തോട്ടം. നീ അവളെ കൂടെ നിൽക്കുള്ളൂ. ചെടിത്തോട്ടത്തില് 2 സുന്ദരികൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. എന്നെ ആര് കൊണ്ടുപോ എന്ന് പറഞ്ഞോണ്ട് എന്റെ തോട്ടത്തിലെ പച്ചമുളക് വേണോ വേണ്ടയോ? പിന്നെ വേണം. അതുണ്ടെങ്കില് ഓഫർ കൂടിയതാണ്. അതെന്തോ മറ്റേ ചിങ്ങ ഒന്നിന് വിളവെടുക്കാൻ കണക്കിന് അതിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കളർ മാറി പഴുത്തു തുടങ്ങി. കളർ മാറിയല്ലേ കൊള്ളാവൂ. അപ്പൊ നല്ല വിളഞ്ഞു നിക്കുകയാണ്. അപ്പൊ എല്ലാം പറിച്ചെടുക്കാമല്ലോ. അപ്പൊ നമുക്ക് പോവാം തോട്ടത്തിലോട്ട്. മുളക്, പച്ചമുളക്, പാൽമുളകാണ്, കാന്താരി പാൽമുളകാണ്. അപ്പൊ അതിനെ ഞാൻ കട്ട് ചെയ്യാൻ പോണേ. ഒരാള് പറഞ്ഞ് ഇത് നല്ല ബിപിക്ക് നല്ലതാണെന്ന്, ഒരാള് പറഞ്ഞ് കൊളസ്ട്രോളിന് നല്ലതാണെന്ന്, 5 പറയായിട്ട് പാത്രം തേക്കാൻ നല്ലതാണെന്ന്. എന്നാ ഇതിനെക്കാട്ടി നല്ലൊരു ഇത് കഴിക്കാൻ പറ്റിയ മാർഗം എന്താണെന്ന് അറിയാമോ? കൊളസ്ട്രോൾ നല്ലതാണെന്ന് പറഞ്ഞ് ഇത് യഥാർത്ഥത്തിൽ ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല നെത്തോലിയും ചാള മീനിന്റെയും കൂടെ ഈ 2 സാധനം ഈ മുളകും ഇതും കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്താ എങ്ങനെ ഇരിക്കും അറിയാം. നല്ല പൊളപ്പനായിരിക്കും. അതവർക്ക് അറിഞ്ഞൂടാ. അതിനേക്കാളും ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ എടുത്തിട്ട് അതിനേക്കാളും ടേസ്റ്റ് പറഞ്ഞത് അത് പറഞ്ഞു. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വേണോ? ആർക്കും വേണോ? സൂപ്പർ സൂപ്പർ. സുഖമുണ്ട്. അടുക്കള നിൽക്കണക്കാര് നല്ല സുഖമുണ്ടല്ലേ മഞ്ജു? അത് കടൽക്കാരെ നിൽക്കുമ്പോൾ തോന്നണേ. അത് തന്നെ. നമുക്ക് ഒറിജിനൽ സൗണ്ടിലെ പറയാൻ അറിയാവോ അല്ലേ മഞ്ജു? ഇത് റിയാലിറ്റിയാണ്. നമുക്ക് ഒറിജിനൽ സൗണ്ടിൽ പറയാൻ അറിയാവോ അല്ലടേ? ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഇത് നാളെ എടുക്കുള്ളൂ. ഇത് നമുക്ക് ജാറിനകത്താക്കാം. ജാറിനകത്താക്കുന്നുമ്പോ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ നാളെ ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇത് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, കായപ്പൊടി. അത് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ചേർക്കുന്നത്. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് നാളെ ചേർക്കാം. ഇത്രയും ഇടാല്ലേ? അപ്പം അമ്മച്ചി ഇത്ര ഇടാൻ പറയണം. അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട്. കൂടിപ്പോയാൽ ഞാൻ ഉത്തരവാദി. ശരി ഓക്കെ. അപ്പോൾ അതെല്ലാം ഇത്ര ഇട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത്
അപ്പൊ നമ്മൾ ഈ പുളിഞ്ചിക്കെല്ലാം കട്ട് ചെയ്ത് മുളകും കായം ഉപ്പെല്ലാം ചേർത്ത് നല്ല കുട്ടപ്പനാക്കി നമ്മൾ ഈ ഇതിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നാളെ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ നോക്കാം. നാളെ നമ്മൾ കറി വെക്കുന്നത്. നാളെ ഇത് എങ്ങനെ ഇതിന്റെ ഭാവവും രൂപവും ഒക്കെ നാളെ. ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാധനം ജാറിനകത്താക്കി വെച്ച ഫുള്ളായിരുന്നു. ഇന്നതാ ഈ സമയമായപ്പോഴത്തേക്ക് അതെല്ലാം നീരെല്ലാം വലിഞ്ഞ് ആ ജാറിന്റെ ഈ ഭാഗമായി. എന്താ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കും നമുക്ക് നോക്കാം. കറിവേപ്പില, പിന്നെ നല്ലെണ്ണ, കടുക്, ഇഞ്ചി കുനുകുന അരിഞ്ഞത്, വെളുത്തുള്ളി നുരുനുര അരിഞ്ഞത്, ഇത് സാധാ മുളക് പൊടി, ഉലുവ, കാശ്മീരി ചില്ലി, മഞ്ഞള്, വറ്റൽമുളക്, ഉപ്പ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ശർക്കര, ഇത്രയും ശർക്കര ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് പാചകം ചെയ്യണമെന്ന് നോക്കാം. നീ കൊണ്ടുപോ കൊണ്ടുപോ. നമുക്ക് ഇതിന്റെ നീര് ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മള് വെള്ളം ഒഴിക്കാതെ വെച്ചതല്ലേ ഇത്രയും. ഇതിന്റെ ഒരു തുള്ളി പച്ചവെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇതിന്റെ ആ നീരാണ്. ഇതിന് നമ്മള് ആവശ്യത്തിന് കായം, ഉപ്പ്, പച്ചമുളകെല്ലാം ചേർത്ത് നല്ലതായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കാം. എന്നാ കഴിച്ചു നോക്കണം. അങ്ങനെ എന്താ നോക്കൂ ആ മുളകിന്റെ ഒക്കെ ഇതിന്റെ ഇതിൽ നിന്ന് വാർത്തെടുത്ത പുളിഞ്ചിര നീരും ഉപ്പ് കായം എല്ലാം കൂടെ ചേർന്ന വെള്ളമാണത്. അപ്പൊ ഇത് അച്ചാറാക്കുമ്പോ നമുക്ക് വെള്ളത്തിന് പകരം ഇത് ഒഴിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ആദ്യമായിട്ട് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ നമുക്ക് ഒരാഴ്ചക്കകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട്, നമ്മൾ 1-2 ദിവസത്തിന് മുമ്പേ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചാൽ മതി. കൂടുതൽ ദിവസം അച്ചാർ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണ ചേർക്കണം. ഇതിപ്പം നമ്മൾ നാളെയോ മറ്റന്നാളോ എടുക്കും. അപ്പോഴത്തെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് കൂടുതൽ ദിവസം വെച്ചേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഡെയിലി അങ്ങ് ഇത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിനാഗിരിയും അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലെണ്ണ കുറച്ച് ചേർത്താൽ മതി. കേടാകാതെ നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിക്കണമെങ്കിൽ നല്ലെണ്ണ കൂടുതൽ ചേർത്ത് വിനാഗിരിയൊക്കെ ചേർത്ത് വെക്കണം. അപ്പൊ കൂടുതൽ ദിവസം ഇരിക്കും. നമ്മൾ അച്ചാറാക്കാതെ ഇതുപോലെ ഉപ്പും ഈ മുളകെല്ലാം ഇട്ട് ആ കുപ്പിക്കകത്ത് ആക്കി വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് അച്ചാറിട്ടാൽ കൂടുതൽ ദിവസം ഇരിക്കും. നമുക്ക് എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടി തീർന്ന് അത് സൈലന്റ് ആയ ഉടൻ നമുക്ക് അടുത്ത വെളുത്തുള്ളി ചേർക്കാം. കടുക് എല്ലാം പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ഇതിൽ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. കടുക് പൊട്ടിയ ഉടനെ തന്നെ വെളുത്തുള്ളി ഒരല്പം ഇഞ്ചി ചേർത്ത്, ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത്. അപ്പൊ അതൊന്ന് ചുവന്ന് വരുന്ന ശേഷം നമുക്ക് അടുത്ത സാധനം ചേർക്കാം. നമുക്ക് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാരും കൂടെ കിടന്നിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരെയാണ്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ തീ അല്പം കുറച്ച് വെക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് സാധാ മുളക് പൊടി. പിന്നെ കാശ്മീരി ചില്ലി ചേർക്കാം. ഈ കാശ്മീരി ചില്ലി ചേർത്ത ഉടനെ തന്നെ നമ്മൾ അതിൽ നിന്ന് വാർത്തെടുത്ത നീരൊഴിക്കണം. ഇത്രയും പെട്ടെന്ന് ഇത് ഒഴിച്ചതിന് പ്രധാന കാരണം ഈ കാശ്മീരി ചില്ലി കറുത്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ ഇത് ഒഴിച്ചത്. അച്ചാറിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും അച്ചാറിടുമ്പോൾ കളർ കിട്ടൂല, ഒരുമാതിരി കറുത്തിരിക്കും എന്നൊക്കെ പറയാം. അതിന്റെ പ്രധാന കാരണം മുളക് പൊടി എണ്ണയിൽ കടന്ന് കറുത്തു പോകും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മള് ആ പുളിഞ്ചിക്ക് ഊറ്റിയ നീര് ആ മുളക് പൊടി ഇട്ട ഉടനെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ആ കളർ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. കണ്ടാ കളറൊന്നും മാറിയിട്ടില്ല. ഇപ്പൊ ഈ മുളക് പൊടിയും പിന്നെ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ കിടന്ന് തിളച്ച് നല്ല കുറുകിയ ഒരു പാകത്തിന് കിടക്കുകയാണ്. ഈ അച്ചാറ്, മാങ്ങ അച്ചാറ്, മറ്റേ നമ്മള് ഈ പുളിഞ്ചിക്ക് അച്ചാർ, ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രശ്നം എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ അരപ്പ് കിട്ടില്ല.
ചിലരിടുമ്പോഴത്തേക്ക് ഇതിന്റെ പീസ് മാത്രമേ കാണുള്ളൂ. ഈ അരപ്പുണ്ടാക്കിയാൽ നമുക്ക് തൊട്ട് നക്കാനും അച്ചാറിന്റെ ആ ടേസ്റ്റ് കറക്റ്റാ കിട്ടുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അച്ചാറിൽ പുളി കൂടുതലാണ്. പുളി കൂടുതലായതുകൊണ്ട് നമ്മൾ അതിന്റെ പുളിയും എരിവും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ശർക്കര ഇറങ്ങുന്നു. ശർക്കര ഇങ്ങനെ മുഴുവനോടെ ഇടുവോ അതല്ലാതെ മിക്സിയിലടിക്കും? അപ്പൊ ഇതിന് കട്ടി കൂട്ടാൻ എന്തോ സാധനം ചേർക്കുന്നു നമ്മള് ഇതിന് കുറച്ച് നമ്മൾ ഈ അടുത്ത് ശർക്കരയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചതിനെ ജ്യൂസ് ആക്കും. ജ്യൂസ് ആക്കോ കട്ടിക്കോ? ഇതിനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കുഴമ്പ് പരുവത്തിലാക്കാം. പുളിഞ്ചക്കയും പുളിഞ്ചക്കയും ശർക്കരയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് മിക്സ് ചെയ്താണ് ഇതായിരിക്കുന്നത്. നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കും കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായി, നമ്മുടെ അച്ചാറിന്റെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് കണ്ടല്ലോ. നമ്മളെ ഈ പുളിഞ്ചിക്കയും ശർക്കരയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് ഈ ഗ്രേവിയിലോട്ട് ചേർത്തപ്പോ നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ തിക്കായി കണ്ടല്ലോ. അതാണ് നമ്മുടെ ഈ ഒരു ട്രേഡ് സീക്രട്ട്. നമ്മൾ ആവശ്യത്തിന് എത്ര കട്ടി വേണോ അത്രയും സമയം നമ്മൾ ഫ്ലെയിം ഇട്ടിരുന്നാൽ മതി. നമ്മളിപ്പോ ഏകദേശം കട്ടിയായി, നല്ല കളറൊക്കെ ഉണ്ട്, കളറുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഉലുവ ചേർക്കാം. നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്, കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉലുവപ്പൊടി. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി വേറെ സാധനം ഒന്നും വേണ്ട, ഓഫ് ചെയ്ത് വേണ്ട, എല്ലാം ആയിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അല്പം തണുക്കാൻ വേണ്ടി നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇനി ഇതുണ്ടല്ല, ഇനി നമ്മൾ ഇതിന്റെ പീസ് ഇടുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും. ഇത്രയും ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പീസ് ഇടുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ കട്ടിയായിട്ട് കിട്ടുള്ളൂ. നമ്മളെ ഗ്രേവി എല്ലാം നല്ല തണുത്ത് നല്ല കുറുകി കിടപ്പുണ്ട്. ഇനി ഇത് തിക്കാവും. നമ്മൾ ആ പീസ് ചേർക്കുമ്പോൾ ഇത് വീണ്ടും തിക്കാവും. നമുക്ക് ഇനി അത് പീസ് ചേർക്കാം. നല്ല തണുത്ത് ഇനി അത് നമുക്ക് ഒരു മണിക്കൂർ ഏകദേശം 1 മണിക്കൂർ ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് ഇനി നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ അതിന്റെ ആ പുളിഞ്ചിക്കയുടെ പീസും മഞ്ഞളും ശർക്കരയും കൂടെ ഇട്ട് അടിച്ച് ഒഴിച്ച് അതിന്റെ പരുവായി തണുപ്പിച്ചപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായി. ഇനി നമുക്ക് ഇതിലോട്ട് മറ്റേ പീസ് ചേർക്കാം. എടുത്തുണ്ട് നമ്മൾ പീസ് ഇതിലോട്ട് ചേർത്ത് ഒഴിച്ചോ. ഇങ്ങോട്ട് പീസ് കൊണ്ടുവന്ന് നമുക്ക് തലയിൽ ചമന്നുണ്ടെങ്കിൽ വരാൻ പറ്റും. കയ്യിൽ ഒഴിക്കാൻ ഇങ്ങനെ അടുത്ത പീസ് ഇതുകൊണ്ട് ഒഴിച്ചേ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ അരപ്പിലെല്ലാം കിടന്ന് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി അരപ്പ് നല്ലവണ്ണം ഇതിൽ പിടിപ്പിക്കണം. പീസിൽ നല്ല അരപ്പ് പിടിക്കണം. അരപ്പ് പിടിച്ച് വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. ഇത് കണ്ടല്ല നമ്മളെ ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി എങ്ങനെ ഇരിക്കണമെന്ന്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് ഇതായിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പീസിൽ ചേർത്തേ ഉള്ളൂ, ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കായം കറക്റ്റാ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് ഇനി നമുക്ക് നോക്കിയാൽ മതി, ഉപ്പ് മാത്രം നോക്കാം. അച്ചാറ് നല്ല പരുവായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് താഴെപ്പുണ്ട്. കളറും അതിന്റെ ഇന്ന് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതിന്റെ നല്ല ഒരു ഇത് വരുന്നത്. അച്ചാറിന്റെ ഒരു ഇത് വരുന്നത് 2 മണിക്കൂറോടെ ഒന്ന് കഴിയണം. നമുക്കൊന്ന് ഉപ്പ് പറയണമെന്ന് വരുന്നില്ല. ഇത് നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ശകല ഉപ്പ് കുറവുണ്ട്. അവസാനത്തെ പൊടിക്കൈ ചെയ്യാണ്. ഉപ്പ് കുറവാണ്, അപ്പൊ ഉപ്പിന്റെ പൊടിക്കൈ ചെയ്യാണ്. ചില നേരം കഷ്ടപ്പെട്ട് ചെയ്തതിന് കുഴപ്പമില്ല, പൊടിക്കൈക്കാണ് അവസാനം ചെയ്യാൻ പോണത്. ഉപ്പ് മതിയല്ലേ? ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമല്ലോ. അപ്പൊ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ആ ഉപ്പൂടെ ചേർത്ത് എന്നിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ഞാൻ രണ്ടാമത് ചേർത്തതല്ലേ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പറാണ് കേട്ടോ, അച്ചാർ അടിപൊളി. അപ്പൊ ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചെടുത്ത് ഒരു ചോറിന്റെ കൂടെ വെച്ച് കഴിച്ചു കൊടുത്താ. അതാരാണ് ഈ ഇരുമ്പൻ ജോസ്? എന്റെ അച്ചായി. ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി അടിപൊളിയായിട്ട് ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം ചോറ്, അല്പം അവിയല്,
കുറച്ച് സാമ്പാർ, ഒരു തൈര് മുളക്, അല്പം ചമ്മന്തി, അതിൻ്റെ കൂടെ ഈ ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളിയും കൂടെ ഒന്ന് സൈഡിലോട്ട് വച്ച് കൊടുത്ത സൈഡിൽ നിന്ന് ഈ അച്ചാർ ഒന്ന് ഇങ്ങനെ അത് ഇരുമ്പൻ പുളി അല്ല, ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി ഞാനും കൂടെ ഒന്ന് കഴിച്ചു. നോക്ക് നന്നായിട്ടുണ്ട്. സൂപ്പർ ഐറ്റം. കരുതാം. സൂപ്പർ. അപ്പൊ എന്റെ ഇരുമ്പൻ ജോസിന്റെ ഇരുമ്പൻ പുളി സൂപ്പർ.